Welcome to Shida's Talk. Hello everyone. Today I'm going to help you to study Class 5 Unit 1 A Friend with solved activities. ഇന്ന് ഞാൻ 5ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലുള്ള 2ാമത്തെ ലെസൺ എ ഫ്രണ്ട് എന്ന പോമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ പോമിൻ്റെ എക്സ്പ്ലനേഷനോടൊപ്പം തന്നെ അതിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ടെക്സ്റ്റൽ ക്വസ്റ്റ്യനും മറ്റുള്ള ആക്ടിവിറ്റീസും എല്ലാം നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് നമ്മുടെ ലെസണിലേക്ക് കടക്കാം. എ ഫ്രണ്ട് അല്ലേ, നമ്മുടെ 1ാമത്തെ യൂണിറ്റിലുള്ള 2ാമത്തെ ലെസൺ എന്ന് പറയുന്നത് എ ഫ്രണ്ട് എന്ന പോമാണ്. അപ്പോൾ ഇവിടെ പോം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണത്? യു ഹാവ് മെനി ഫ്രണ്ട്സ് ഹാവിൻറ്റ് യു? നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലേ? എല്ലാവർക്കും ഉണ്ടല്ലേ? ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലേ? യെസ്, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. യെസ് വി ഹാവ് എന്ന് നമുക്ക് പറയാം. വാട്ട് ക്വാളിറ്റീസ് ഡു യു ലൈക്ക് ഇൻ ദം? എന്തൊക്കെ ക്വാളിറ്റിയാണ് നിങ്ങൾ അവരിൽ ഇഷ്ടപ്പെടുന്നത് അല്ലേ? അവരിലുള്ള എന്തൊക്കെ ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഫ്രണ്ട്സിലുള്ള എന്തൊക്കെ ക്വാളിറ്റി ആയിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നത്? അവരുടെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, ഷെയറിങ്, കെയറിങ്, അണ്ടർസ്റ്റാൻഡിങ് അല്ലേ? അങ്ങനെയുള്ള എല്ലാ ക്വാളിറ്റീസും തന്നെ ആയിരിക്കും ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. നൗ റീഡ് ദ പോം അബൌട്ട് എ ട്രൂ ഫ്രണ്ട്. ഇനി നമുക്ക് ആ പോമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഓഥറെ ഒന്ന് പരിചയപ്പെടണം അല്ലേ. ആരാണ് എഴുതിയതെന്ന് നമുക്ക് നോക്കാം. എഴുതിയതാരാ? എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ്. 1881 അദ്ദേഹം ജനിച്ചു, 1959 അന്തരിച്ചു. എവിടെയാണ് ജനിച്ചത്? ഇംഗ്ലണ്ടിൽ അല്ലേ. ഹിസ് ഫസ്റ്റ് പോം വാസ് പബ്ലിഷ്ഡ് അറ്റ് ദ ഏജ് ഓഫ് 17. 17ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോം എന്ത് ചെയ്തത്? പബ്ലിഷ് ചെയ്തത്. ഹി ഹാസ് റിട്ടൺ മോർ ദാൻ 11,000 പോംസ്. 11,000-ലധികം പോം ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ പോമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നോക്കാം. എ ഫ്രണ്ട്. A friend is one who stands to share your every touch of grief and care. He comes by chance but stays by choice. Your price he is quick to voice. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഓക്കെ, എ ഫ്രണ്ട് ഈസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ. ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. യുവർ എവരി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും നമ്മുടെ എല്ലാ സന്തോഷങ്ങളിലും എല്ലാം നിൽക്കുന്ന ഒരാളാണ് ആര്? ഫ്രണ്ട് എന്ന് പറയുന്നത്. ഈ കംസ് ബൈ ചാൻസ് അല്ലേ. ചില സന്ദർഭങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടുന്നത് അല്ലേ, പല അവസരങ്ങളിലായിരിക്കും. ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്. പക്ഷെ അത് നിലനിൽക്കുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പായിരിക്കും. നമ്മൾ പല അവസരങ്ങളിലും കണ്ടുമുട്ടുന്ന ഫ്രണ്ട്സിനെ എല്ലാവരെയും നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിലനിർത്തി പോകുന്നുണ്ടോ? ഇല്ല അല്ലേ. നമ്മളെയും ചില ആൾക്കാർ അവരുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തിരഞ്ഞെടുക്കുന്നത് അവരുടെ ഒരു ചോയ്സാണ്, അവരെ തിരഞ്ഞെടുക്കലാണ് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിലനിർത്തുന്നത്. അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ഫ്രണ്ട്സായിട്ട് മറ്റുള്ളവരെ നിലനിർത്തുന്നത് നമ്മുടെ ഒരു ചോയ്സാണ്, നമ്മുടെ ഒരു തിരഞ്ഞെടുക്കലാണ് അല്ലേ. യുവർ പ്രൈസ് ഹീ ഈസ് ക്വിക്ക് ടു വോയിസ്. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രശംസ, പ്രൈസസ് ഹീ ക്വിക്ക് ടു വോയിസ്, അതാണ് അവർക്ക് പറയാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടാവുക അല്ലേ. നമ്മുടെ പോസിറ്റീവ് പറയാനായിരിക്കും നമ്മുടെ ഫ്രണ്ട്സിന് എപ്പോഴും താല്പര്യം ഉണ്ടാവുക. നമ്മളെക്കുറിച്ച് പ്രശംസിച്ച് പറയാനായിരിക്കും നല്ലൊരു ഫ്രണ്ട്സിന് എപ്പോഴും താല്പര്യം ഉണ്ടാവുക. നോ ഗ്രീവിയസ് ഫോൾട്ട് ഓർ പാസിംഗ് വിം ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. അപ്പോൾ 2ാമത്തെ സ്റ്റാൻസയിൽ എന്താ പറയുന്നത്? ഗ്രീവിയസ് ഫോൾട്ട് മീൻസ് സീരിയസ് ആയിട്ടുള്ള ഫോൾട്ട് അല്ലേ. അപ്പം ഗ്രീവിയസ് എന്ന് പറഞ്ഞാൽ സീരിയസ് ആണേ. നമ്മുടെ നോ ഗ്രീവിയസ് ഫോൾട്ട് ഓർ പാസിംഗ് വിം. പാസിംഗ് വിം എന്ന് പറഞ്ഞാൽ സഡൻ ഡിസയർ,
പെട്ടെന്നുള്ള നമ്മുടെ തീരുമാനങ്ങളോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള നമ്മുടെ എന്തെങ്കിലും ഒരു തെറ്റോ എന്ത് ചെയ്യില്ല, ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം, അവരെ ഒരിക്കലും നമ്മുടെ ശത്രുവാക്കിയിട്ട് മാറ്റില്ല. And though your need be great or small, his strength is yours throughout it all. ഇനി നിങ്ങളുടെ ആവശ്യങ്ങൾ ചെറുതോ വലുതോ എന്തോ ആവട്ടെ, ഹിസ് സ്ട്രെങ്ത് ഈസ് യുവേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ് ഓൾ. അവരുടെ ആ ഒരു ഫ്രണ്ടിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത്, ആ ഒരു കരുത്ത് നിങ്ങളോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടാവും അല്ലേ. നിങ്ങളുടെ ആവശ്യങ്ങൾ ചെറുതോ വലുതോ എന്തോ ആയാലും ഫ്രണ്ട്സ് എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ കൂടെ ഉണ്ടാവും. ഇനി തേർഡ് സ്റ്റാൻസ, നോ മാറ്റർ വേർ യുവർ പാത്ത് മേ ടേൺ, യുവർ വെൽഫെയർ ഈസ് ഹിസ് ചീഫ് കൺസേൺ. ഇനി നിങ്ങൾ എങ്ങോട്ടൊക്കെ വഴി തിരിഞ്ഞാലും, അതായത് ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ചുള്ള കുട്ടികൾ പല വഴിക്കായിട്ട് നമ്മൾ വേർപിരിയേണ്ടി വരും അല്ലേ. ഇപ്പോൾ ചിലപ്പോൾ 10th കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് നമ്മളെടുക്കുന്ന കോഴ്സുകൾക്കൊക്കെ അനുസരിച്ചിട്ട് എന്ത് തന്നെയാലും നമ്മളെന്ത് ചെയ്യും, വഴിതിരിഞ്ഞ് പോകേണ്ടി വരും. പക്ഷേ എന്നാലും അവിടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് നിങ്ങളുടെ വെൽഫെയർ ആണ്. വെൽഫെയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ഷേമമായിരിക്കും. നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി, ഹി പ്രേസ് യുവർ ടൈം സൂൺ ടു സീ അല്ലേ. ഇനി നിങ്ങളുടെ ഡ്രീം എന്തുമായിക്കോട്ടെ, അപ്പോൾ അതൊക്കെ നിങ്ങളുടെ വിജയം എത്രയും പെട്ടെന്ന് കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവരെന്ത് ചെയ്യും, ആ ഫ്രണ്ട് എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും അല്ലേ. ഹി പ്രേസ് യുവർ ട്രയംഫ് സൂൺ ടു സീ, നിങ്ങളുടെ വിജയം എത്രയും പെട്ടെന്ന് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ആര് പ്രാർത്ഥിക്കും, നല്ലൊരു ഫ്രണ്ട് പ്രാർത്ഥിക്കും. ദർ ഈസ് നോ വിഷ് യുവർ ടങ് ക്യാൻ ടെൽ ബട്ട് വാട്ട് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ. ഇനി നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സുഹൃത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയാതെ തന്നെ മനസ്സിലാക്കുന്നവരായിരിക്കും നിങ്ങളുടെ സുഹൃത്ത് അല്ലേ. ദ ലൈഫ് ഓഫ് ഹിം ഹൂ ഹാസ് എ ഫ്രണ്ട് ഈസ് ഡബിൾ ഗാർഡഡ് ടു ദ എൻഡ്. ഒരു നല്ല കൂട്ടുകാരനുള്ള ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് ഡബിൾ പ്രൊട്ടക്റ്റഡ് ആണ്, ഡബിൾ സുരക്ഷയാണ്. കാരണം അവർക്ക് ആ ഫ്രണ്ടിൻ്റെ ഭാഗത്തുനിന്നും എല്ലാ കാര്യത്തിലും ഒരു കടുത്ത സപ്പോർട്ട് ഉണ്ടാവും അല്ലേ. അതുകൊണ്ടാണ് ഒരു നല്ലൊരു ഫ്രണ്ടുള്ള ഒരാൾക്ക് ഡബിൾ സുരക്ഷയാണ് എന്ന് ഇവിടെ ആര് പറയുന്നത്, നമ്മുടെ കവി പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കവിത ഉള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട് അല്ലേ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, വൈ ഈസ് യുവർ ഫ്രണ്ട് ഇമ്പോർട്ടൻറ്റ് ടു യു. ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആ ഫ്രണ്ട് നിങ്ങൾക്ക് അത്രയും പ്രാധാന്യം അർഹിക്കുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ഞാൻ ആരെയാ പറയാം, ജസ്റ്റ് ഒരു ഇമാജിനറി നെയിം തരാം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ നെയിം അവിടെ എഴുതാം. ഓക്കെ, അപ്പം ഞാനിവിടെ എഴുതുന്നത് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് സച്ചു. ഹി ഓൾവേസ് സപ്പോർട്ട് മീ ഇൻ ഓൾ മൈ നീഡ്സ്, ഹി ഹെൽപ്സ് മീ ഇൻ മൈ സ്റ്റഡീസ്, ഹി പ്ലേസ് വിത്ത് മീ ആൻഡ് ഹി ഈസ് വെരി സിൻസിയർ ടു മീ. ആ ഒരു രീതിയിൽ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, അതിൻ്റെ കൂടെ ഈ ഒരു വരിയും കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാം അല്ലേ. ഹി വിൽ നോട്ട് ടെൽ എനി വൺ അബൌട്ട് അവർ ഫോൾട്ട് ഓർ മിസ്റ്റേക്ക്. അപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിലും നമുക്ക് ഈ ആൻസർ എഴുതാം. നമുക്കറിയുന്ന പോലെ നമ്മളെ ഫ്രണ്ടിന് എന്താണോ നമുക്ക് തോന്നുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് എഴുതാം. അതിന് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഡു യു ലേൺ അബൌട്ട് എ ഗുഡ് ഫ്രണ്ട് ഫ്രം ദ പോം. ഈ പോമിൽ നിന്ന് നല്ലൊരു ഫ്രണ്ടിനെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്. അപ്പോൾ അതിന് നമ്മൾ എന്താ ആൻസർ എഴുതുക, എ ഗുഡ് ഫ്രണ്ട് വിൽ ഓൾവേസ് കെയർ ഫോർ അസ്. നല്ലൊരു ഫ്രണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, കെയർ ചെയ്യും. ഹി വിൽ ബി വിത്ത് അസ് ഇൻ അവർ ഹാപ്പിനെസ് ആൻഡ് സോറോ. നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഹി വിൽ സെലിബ്രേറ്റ് അവർ സക്സസ് ആൻഡ് ഓൾവേസ് തിങ്ക് ഓഫ് അവർ വെൽഫെയർ. നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുകയും എപ്പോഴും നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ക്ഷേമത്തിനായി മാത്രം പ്രവർത്തിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് സെക്കൻഡ് ആൻസറായിട്ട് എഴുതാൻ പറ്റുക. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താ, ഹൗ ഡസ് എ ഫ്രണ്ട് പ്രസൻസ് മേക്ക് യുവർ ലൈഫ് മോർ സിക്യൂർ. ഒരു ഫ്രണ്ടിൻ്റെ പ്രസൻസ്, സാന്നിധ്യം എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിനെ കൂടുതൽ സെക്യൂർ ആക്കുന്നത് അല്ലേ, സംരക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ വരിയിൽ തന്നെ, പോമിൻ്റെ വരിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് ആൻസറായിട്ട് എഴുതാം. എ ഗുഡ് ഫ്രണ്ട് ഡബിൾ ഗാർഡ് അവർ ലൈഫ്,
ദേ ഓൾവേസ് സപ്പോർട്ട് us ആൻഡ് സെക്യൂർ അവർ ലൈഫ്സ്. അല്ലേ? അപ്പോൾ ഒരു ഗുഡ് ഫ്രണ്ട് നമുക്ക് എന്ന് പറയുന്നത് ഡബിൾ പ്രൊട്ടക്ഷനാണ്. എന്തുകൊണ്ടാണ്? ദേ ഓൾവേസ് സപ്പോർട്ട് us ആൻഡ് സെക്യൂർ അവർ ലൈഫ്സ്. നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ലൈഫ് എന്ത് ചെയ്യുന്നു? സെക്യൂർ ആക്കുന്നു. ഇനി നമുക്ക് ഫോർത്ത് വൺ എന്താ? ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പോം എൻകറേജ് us ടു ബി ഗുഡ് ഫ്രണ്ട്സ്? അല്ലേ? നല്ല സുഹൃത്തുക്കളായിരിക്കാൻ വേണ്ടി എങ്ങനെയാണ് ഈ പോം നമ്മളെ എൻകറേജ് ചെയ്യുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നത്? അപ്പം നമുക്കതിനെന്താ ആൻസർ പറയാം? ദ പോം എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് ഫ്രണ്ട്സ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ലൈഫിൽ നല്ലൊരു ഫ്രണ്ട്, നല്ലൊരു സുഹൃത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഈ കവിത ഊന്നി പറയുന്നുണ്ട്. ഇറ്റ് പോർട്രേസ് സപ്പോർട്ട്, ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഈ ഒരു കവിതയിൽ എന്താണ് വരച്ച് കാട്ടുന്നത്? ഫ്രണ്ട്ഷിപ്പിലുള്ള സപ്പോർട്ട്, ട്രസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു കവിതയിൽ വരച്ച് കാട്ടുന്നത്. ഇനി നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കഴിഞ്ഞു. ഇനി ഇതിലെ ഫസ്റ്റ് ആക്ടിവിറ്റിയാണ്, ഒരു വേർഡ് വെബാണ് അല്ലേ? വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ഫ്രണ്ട്? കംപ്ലീറ്റ് ദ വേർഡ് വെബ് ഗിവൺ ബിലോ. ഈ ഒരു വേർഡ് വെബ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഗുഡ് ഫ്രണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗുഡ് ഫ്രണ്ട് പറയുന്നത് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഷെയറിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? കെയറിങ് എഴുതാം, ഹെൽപ്പിംഗ് എഴുതാം. പിന്നെയോ ഒരു നല്ല ഫ്രണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? നല്ലൊരു സപ്പോർട്ടറും കൂടി ആയിരിക്കണം അല്ലേ? അപ്പം നമുക്ക് സപ്പോർട്ട് എഴുതാം. പിന്നെന്ത് എഴുതുക? ഓണസ്റ്റി എഴുതാം. കൂടാതെ നല്ലൊരു ഫ്രണ്ട് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? എൻകറേജ് ചെയ്യുന്നൊരു ഫ്രണ്ടായിരിക്കില്ലേ? അപ്പോൾ നമുക്ക് എൻകറേജിങ്ങും എഴുതാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇനിയും നമുക്ക് ഓരോന്നും കിട്ടും. നമുക്ക് ലോയൽറ്റി വേണമെങ്കിൽ എഴുതാം, റെസ്പെക്റ്റ്ഫുൾ എഴുതാം. അതായത് നല്ല നല്ല ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ ഇപ്പം നമുക്ക് എത്ര ബോക്സേ ഉള്ളൂ? 6 ബോക്സേ ഉള്ളൂ. അതിൽ ഓൾറെഡി 1 നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു 5 ക്വാളിറ്റീസ് നമ്മൾ എഴുതിയാൽ മതി. ഇനി അടുത്തത് എന്താണ് വേണ്ടത്? എ ഫ്രണ്ട് ഈസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ. യു ആർ എ വെരി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. ദ വേർഡ് കെയർ ആൻഡ് ഷെയർ എൻഡ് വിത്ത് ദ സെയിം സൗണ്ട്. ദേ ആർ കോൾഡ് റൈമിംഗ് വേർഡ്സ്. ഫൈൻഡ് ഔട്ട് മോർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം. അല്ലേ? ഇവിടെ നമ്മൾ റൈമിംഗ് വേർഡ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. റൈമിംഗ് വേർഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓരോ വരിയുടെയും എൻഡിൽ അവസാനിക്കുന്ന വേർഡിൻ്റെ ആ സെയിം സൗണ്ട്. ഇപ്പോൾ തന്നെ എക്സാമ്പിൾ നോക്കിയാൽ ഷെയർ എന്ന് പറയുമ്പോൾ ആ ഒരു ലാസ്റ്റ് സൗണ്ടും കെയർ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എന്നുള്ള സൗണ്ടും ഒരേ കോൺസണൻറ്റ് സൗണ്ടാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. റൈമിംഗ് വേർഡ് ഒന്നുകിൽ ഒന്നിടവിട്ട ലൈനുകളിലായിട്ടാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ തൊട്ടടുത്തടുത്തുള്ള വരികളിലായിട്ടാണ് റൈമിംഗ് വേർഡ് ഉണ്ടാവുക. ശ്രദ്ധിക്കണം, വരികളുടെ എൻഡിലുള്ള വേർഡിൻ്റെ സൗണ്ടാണ് നോക്കേണ്ടത്. ഇപ്പം തന്നെ കണ്ടില്ലേ, എ ഫ്രണ്ട് ഈസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ. ആ വരിയുടെ ലാസ്റ്റിലത്തെ വേർഡ് ഏതാ? ഷെയർ. ആ ലാസ്റ്റിലത്തെ വേർഡിൻ്റെ ലാസ്റ്റ് സൗണ്ട് ഏതാ? ഷെയർ എന്ന് പറയുന്ന ആ വേർഡിൻ്റെ സൗണ്ട് ഏതാ? ഇനി രണ്ടാമത്തെ ലൈനിലോ, യു ആർ എ വെരി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. രണ്ടാമത്തെ വരിയിലുള്ള ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് കെയർ ആണ്. അപ്പോൾ കെയർ എന്ന് പറയുന്ന ആ വേർഡിൻ്റെ ലാസ്റ്റ് സൗണ്ട് ഏതാ? അല്ലേ? കെയർ. അപ്പോൾ അതാണ് അതിലുള്ള റൈമിംഗ് വേർഡ്. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഈ പോമിലുള്ള റൈമിംഗ് വേർഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റുള്ള ഷെയറും കെയറും ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. അത് കഴിഞ്ഞ് നിങ്ങൾ തേർഡ് ലൈൻ നോക്കിയേ. തേർഡ് ലൈനിലെ ലാസ്റ്റ് വേർഡ് എന്താ? ചോയ്സ് അല്ലേ? അപ്പോൾ ഫോർത്തിലെ ലാസ്റ്റ് വേർഡ് എന്താ? ഫോർത്ത് ലൈനിലെ വോയിസ്. ആ ഒരു എന്നുള്ള ആ ഒരു സൗണ്ടാണ് രണ്ടിലും അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടെ റൈമിംഗ് വേർഡ് എന്താ? ചോയ്സ്, വോയിസ്. ഇനി നമ്മൾ അടുത്ത സ്റ്റാൻസയിലുള്ള ഫസ്റ്റ് ലൈനിലുള്ള വേർഡ് ഏതാ? വിം എന്നുള്ള ആ ഒരു സൗണ്ടാണ് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ലൈനിലുള്ളതോ ഹിം എന്നുള്ള ആ ഒരു സൗണ്ട് തന്നെയാണ് വന്നത്. അപ്പോൾ വിം, ഹിം. ഇനി അതിലുള്ള തേർഡ് ലൈൻ സ്മോൾ എന്നുള്ള സൗണ്ടാണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ഹിസ് സ്ട്രെങ്ത് ഈസ് യുവേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ് ഓൾ എന്നുള്ള സൗണ്ട് തന്നെയാണ് വന്നത്. അപ്പോൾ സ്മോൾ
ഓൾ. അടുത്തതോ ടേൺ, കൺസേൺ. എന്നുള്ള സൗണ്ടാണ് വരുന്നത്. ടേൺ, കൺസേൺ. പിന്നെ അതിൻ്റെ താഴെയുള്ള വരികൾ നോക്കിക്കോ. ബി, സി, ഇ എന്നുള്ള സൗണ്ടാണ് വരുന്നത് അല്ലേ. പിന്നെയോ ടെൽ, വെൽ. ഇൽ എന്നുള്ള സൗണ്ടാണ് വരുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്നത് ഫ്രണ്ട്, എൻഡ്, ഡ എന്നുള്ള ആ ഒരു സൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് റൈമിംഗ് വേർഡ്സ് നമുക്ക് ഈ പോമിലുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്മളോട് എഴുതാൻ പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഈ റൈമിംഗ് വേർഡൊക്കെ എഴുതി വെക്കാം. അപ്പോൾ ഇത് ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ റൈമിംഗ് വേർഡ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത നമ്മുടെ വർക്ക് എന്താ? ആക്ടിവിറ്റി 3. You all have friends, haven't you? Do you know the likes and dislikes of your friends? നമുക്കെല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ എന്താണെന്ന് അറിയുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആസ്ക് യുവർ ഫ്രണ്ട്സ് അബൌട്ട് ദർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഫ്രണ്ട്സിനോട് അവരുടെ ലൈക്കും ഡിസ്ലൈക്കും ചോദിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു തന്നിരിക്കുന്ന സ്ഥലത്ത് എഴുതാനാണ് പറയുന്നത്. ഇവിടെ ടോമി ലൈക്സ് ഫുട്ബോൾ, ഹി ഡസൻ ലൈക്ക് ക്രിക്കറ്റ് അല്ലേ. ടോമിക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്, ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമല്ല എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മളെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് തരാം, അതൊന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അവരുടെ ഇഷ്ടങ്ങളും അവരുടെ അനിഷ്ടങ്ങളും എന്താണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് ഈ ലൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ശ്രുതി ലൈക്സ് റീഡിങ്, ഷി ഡസൻ ലൈക്ക് ഡ്രോയിങ് അല്ലേ. ശ്രുതിക്ക് റീഡിംഗ് ആണ് ഇഷ്ടം, ഡ്രോയിങ് ഇഷ്ടമല്ല. ഇനി അടുത്ത് നമ്മൾ എന്താ എഴുതുക? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എഴുതും വീണ ലൈക്സ് പെയിൻറ്റിങ്, ഷി ഡസൻ ലൈക്ക് ഗാർഡനിങ്. വീണക്ക് പെയിൻറ്റിങ് ആണ് ഇഷ്ടം, ഗാർഡനിങ് ഇഷ്ടമല്ല. ഇനി അടുത്തത് എന്ത് എഴുതും? രാമു ലൈക്സ് റെഡ് കളർ, ഹി ഡസൻ ലൈക്ക് ഗ്രീൻ. രാമുവിന് റെഡ് കളറാണ് ഇഷ്ടം, ഗ്രീൻ കളർ ഇഷ്ടമല്ല. അടുത്തതോ ലോറ ലൈക്ക് ഡാൻസിങ്, ഷി ഡസൻ ലൈക്ക് സിംഗിങ്. ലോറക്ക് ഡാൻസ് കളിക്കാനാണ് ഇഷ്ടം, പാട്ട് പാടാൻ ഇഷ്ടമല്ല. രാഹുൽ ലൈക്ക് ഐസ്ക്രീം, ഹി ഡസൻ ലൈക്ക് പിസ്സ. രാഹുലിന് ഐസ്ക്രീമാണ് ഇഷ്ടം, പിസ്സ ഇഷ്ടമല്ല. മിയ ലൈക്സ് വാച്ചിങ് മൂവീസ്, ഷി ഡസൻ ലൈക്ക് കാർട്ടൂൺസ്. മിയക്ക് മൂവീസ് ഫിലിം കാണാനാണ് ഇഷ്ടം, കാർട്ടൂൺ കാണാൻ ഇഷ്ടമല്ല. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള രീതിയിൽ ഞാനിപ്പോൾ ഒരു 4-5 എക്സാമ്പിൾ തന്നു. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് ഇതേപോലെ അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ എഴുതുക, അനിഷ്ടങ്ങളും എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ലെസൺ 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഓക്കെ, ഇതേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിലേക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവേഗം സബ്സ്ക്രൈബ് ചെയ്യുക.